നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കൂൾ തുറന്ന് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ്. തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറന്നത്, ചൊവ്വ ബുധൻ മൂന്നാമത്തെ ദിവസം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ രക്ഷിതാക്കളായിരിക്കും. ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുട്ടികളുണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് 3 ദിവസമായി സ്കൂൾ തുറന്നിട്ട് കുട്ടികൾക്ക് ടൈം ടേബിളൊക്കെ ഇന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം കൊടുക്കില്ല, രണ്ടാമത്തെ ദിവസം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടൈം ടേബിൾ പ്രകാരമായിരിക്കും കുട്ടികൾ പുസ്തകങ്ങളൊക്കെ ആയിട്ട് പോവുക എല്ലാ സ്കൂളിലും. അപ്പോൾ കുട്ടികൾ ആ ടൈം ടേബിൾ പ്രകാരം ടീച്ചർമാർ ക്ലാസ്സിൽ വരികയും ഓരോ പീരീഡ് ക്ലാസ് എടുക്കുകയും ചെയ്യും. അപ്പോൾ അന്ന് അപ്പോൾ അവർക്ക് ഡയറി ഉള്ള സ്കൂൾ ഉണ്ടാവും, ഡയറി ഇല്ലാത്ത സ്കൂൾ ഉണ്ടാവും. എന്തായാലും ടൈം ടേബിൾ എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടൈം ടേബിൾ പ്രകാരം 6 പീരീഡോ 7 പീരീഡോ ചില സ്കൂളിൽ 8 പീരീഡൊക്കെ ഉണ്ട്. ഇത് ചില സ്കൂളിൽ 7 പീരീഡ്, ചില സ്കൂളിൽ 8 പീരീഡ്, അങ്ങനെയാണ്. അപ്പോൾ ചില പീരീഡ് PT ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ്, ക്രാഫ്റ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരിക്കും, റീഡിങ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ എന്തായാലും ഒരു 5-6 പീരീഡ് എന്തായാലും കുട്ടികൾക്ക് പഠനം നടന്നിരിക്കും, വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ രക്ഷിതാക്കൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരൊന്ന് റിലാക്സായി ഒരു 7 മണി മുതൽ സന്ധ്യാനാമം, പ്രാർത്ഥന, നമസ്കാരം ഒക്കെ കഴിഞ്ഞ് നിസ്കാരം അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഒരു 7 മണി തൊട്ടിട്ട് ഒരു 10 മണിയുടെ ഉള്ളിലൊക്കെ കുട്ടികൾ 3 മണിക്കൂർ എന്തായാലും കുട്ടികൾ പഠിക്കും. പിന്നെ ഒരു 10 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മണിക്കൊക്കെ അല്ലേ, കുട്ടികൾക്ക് ഒരു 8 മണിക്കൂർ ഉറക്കമൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു 6 മണിക്കൊക്കെ കുട്ടികൾ എഴുന്നേൽക്കും. അപ്പോൾ ഒരു 3 മണിക്കൂർ സമയം അന്നന്ന് എടുത്ത പാഠങ്ങൾ 3 മണിക്കൂർ ഇരുന്നാൽ മതി. ഇപ്പോൾ +2 വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ വിട്ടിട്ട് +2 വരെയുള്ള കുട്ടികൾ LKG തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ടായാൽ, ചെറിയ കുട്ടികൾക്ക് അത്രയൊന്നും വേണ്ട, 1-2 മണിക്കൂറൊക്കെ മതിയാവും. കുറച്ചുകൂടി ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴേക്കും മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും കുട്ടികൾ വേഗത്തിൽ പഠിക്കുകയാണെങ്കിൽ ഒക്കെ പഠിച്ച് കഴിയും. ഇനിയിപ്പോൾ +1 +2 ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പഠിക്കാണ്ടായിരിക്കും 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ. അപ്പോൾ അവർക്ക് രാവിലെ 2 മണിക്കൂറും പഠിക്കാം. അപ്പോൾ ഒരു മിനിമം ഒരു 3 മണിക്കൂർ പഠിച്ചാലും ഫുൾ A+ ഒക്കെ വാങ്ങാൻ പറ്റും കുട്ടികൾക്ക്, പെട്ടെന്ന് വേഗം പഠിച്ചു തീർക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ. അപ്പോൾ അല്ലാത്തവർക്ക് കുറച്ചുകൂടി അധികം സമയമൊക്കെ വേണ്ടി വരും. രാവിലെ രാത്രിയൊക്കെ കൂടിയിട്ടൊരു 5 മണിക്കൂറൊക്കെ വേണ്ടി വരും ചിലവർക്ക് 3, ചിലവർക്ക് 2 ഒക്കെ മതിയായിരിക്കും അന്നാണ് അടുത്ത പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, രക്ഷിതാക്കൾ വന്നാൽ കുട്ടികളെ ടൈം ടേബിൾ നോക്കുക. ടൈം ടേബിൾ നോക്കിയിട്ട് നോട്ടും ടെക്സ്റ്റ് ബുക്കൊക്കെ പരിശോധിക്കുക. അപ്പോൾ അതിൽ ഏതൊക്കെ പാഠം എടുത്തതെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പറയാൻ പറ്റും. അപ്പോൾ LKG തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് തന്നെ പറയാൻ പറ്റും, 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു +1 +2 ഒക്കെ ആയാൽ പിന്നെ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് ആവശ്യമൊന്നുമില്ല. പിന്നെ അവർ 10ാം ക്ലാസ്സൊക്കെ അവർ സ്വയം പഠിക്കലൊക്കെ തുടങ്ങും. ചിലവർ ഒരു 8ാം ക്ലാസ്സൊക്കെ തൊട്ടിട്ട് 9 തൊട്ടിട്ട് കുട്ടികൾ സ്വയം പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലാണ് പ്രത്യേകിച്ചും ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. കുട്ടികളെ ചെറിയ LP UP ക്ലാസ്സിലൊക്കെ, ഹൈസ്കൂളിലൊക്കെ പിന്നെ അവർ ഒരു ഇതൊക്കെ പഠിക്കും, ചിലവർ പഠിക്കാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 9ാം ക്ലാസ് വരെ എന്തായാലും ശ്രദ്ധിക്കണം കുട്ടികളെ. പിന്നെ 10ന്നൊക്കെ അവർ ശ്രദ്ധിച്ചുകൊണ്ട് 10ന്ന് ശ്രദ്ധിക്കുന്ന കുട്ടികളും ഉണ്ട് രക്ഷിതാക്കൾ. അപ്പോൾ നമ്മൾ അന്നാന്ന് എടുത്ത പാഠങ്ങൾ, നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ, നമ്മൾ പറയുന്ന പോയിൻ്റ് എന്താ വെച്ചാൽ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഇപ്പോൾ അന്നാന്ന് എടുത്ത പാഠങ്ങൾ അന്നാന്ന് പഠിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നാളെ എന്ന് പറഞ്ഞൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. അന്ന് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിപ്പൊക്കെ ആക്കി പിറ്റേ ദിവസത്തെ ടൈം ടേബിൾ എടുത്ത് വെച്ച് ബാഗും എല്ലാം റെഡി ആക്കി വെച്ചിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, രാവിലെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി, രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങി രാവിലെ നമുക്ക് ഒരു ഇതുമില്ലാതെ ഞാൻ ഇനി സ്കൂളിൽ പോകണമല്ലോ, എന്നെ ഹോംവർക്ക് ഉണ്ടല്ലോ, എന്നെ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ആകാംക്ഷ ഒന്നുമില്ലാതെ പോകണമെങ്കിൽ, സന്തോഷത്തിൽ ആ ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അന്നത്തെ പാഠങ്ങൾ അന്നാന്ന് പഠിച്ചു തീർക്കുക. അന്നാന്ന് തന്നെ പഠിച്ചു തീർക്കുക. ചിലപ്പോൾ ഒരു
10 മണിക്കൊക്കെ കഴിയും എന്തായാലും സ്കൂൾ കുട്ടികളുടെ. ഇനി വേണമെങ്കിൽ ഒരു 10:30 ഉള്ളിലൊക്കെ ഒരു 7 മണിക്കൊക്കെ ഇരുന്നാലും ഒരു 10:30 ഉള്ളിൽ കുട്ടികളുടെ പഠിപ്പൊക്കെ അന്നാമത്തെ പാഠങ്ങൾ പഠിക്കുകയാണെങ്കിൽ അന്നാമത്തെ പഠിപ്പൊക്കെ 10:30 ഉള്ളിൽ കഴിയും, അത് ഉറപ്പാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നാളേക്ക് നീട്ടി വയ്ക്കാതിരിക്കുക. അന്നാന്ന പാഠങ്ങൾ ടെക്സ്റ്റ് ബുക്കായാലും നോട്ട് ബുക്കായാലും കുട്ടികൾ വായിക്കുക, ടെസ്റ്റ് വായിക്കുക, എന്നിട്ട് നോട്ട് കൊടുത്തവരുണ്ടാവും, നോട്ട് പഠിക്കുക, ടെസ്റ്റ് പഠിക്കുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ സഹായിക്കുക. പിന്നെ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ടാവും, അവരെ ടീച്ചർമാർ ശ്രദ്ധിച്ചോളും, ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും, അവർ അപ്പോൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കും അത്. അപ്പോൾ എന്തായാലും അന്നാന്ന് എടുത്ത പാഠങ്ങൾ അന്നാന്ന് പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ എന്ന് പറഞ്ഞ ഒരു ദിവസത്തേക്ക് എടുത്തു വയ്ക്കാതിരിക്കുക. അപ്പോൾ ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ അന്നാന്ന് പഠിച്ച് തീർക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല പഠന നിലവാരം ഉയർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് പഠന നിലവാരം ഉയർത്താൻ പറ്റിയ ഒരു പ്രധാന കാര്യം അന്നാന്ന് എടുത്ത ടൈം ടേബിൾ പ്രകാരം സ്കൂളിൽ എടുത്ത, ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ ലീവായിരിക്കും, എന്നാലും നമുക്ക് പിറ്റേ ദിവസം വന്നിട്ട് അവരെടുക്കുമല്ലോ. അപ്പോൾ അന്നാന്ന് എടുത്ത പാഠങ്ങൾ ടീച്ചർമാർ എന്തൊക്കെ എടുത്തോ അത് പഠിക്കുക, അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെ വീഡിയോ യൂട്യൂബും ഫേസ്ബുക്കൊന്നും കുട്ടികൾ കാണുന്നുണ്ടാവില്ല, അപ്പോൾ രക്ഷിതാക്കളായിരിക്കും കാണുക. അപ്പോൾ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറയാനായിരുന്നു നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അപ്പോൾ അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ പ്രധാനമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, കുട്ടികൾ അന്നാന്നെടുത്ത പാഠങ്ങൾ ടൈം ടേബിൾ പ്രകാരം വളരെ സമയനിഷ്ഠതയോടുകൂടി കൃത്യനിഷ്ഠതയോടുകൂടി അന്നാന്നെടുത്ത പാഠങ്ങൾ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.